ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ആദ്യം തന്നെ കുറച്ച് കോഴിക്കുട്ടിയിൽ നിന്നും തുടങ്ങാം. കാര്യം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മന്തിയാണ്. അപ്പോൾ രാവിലെ തന്നെ പോയി ഒരു 2.5 കിലോ ചിക്കൻ വാങ്ങി അതിൽ 1 കിലോ നമ്മൾ കറിക്കായിട്ട് ഇന്നത്തേക്കല്ല ഇനിയുള്ള ദിവസങ്ങളിലത്തേക്കുള്ള കറിക്കായിട്ട് ഓരോ ദിവസത്തേക്കുള്ളതായിട്ട് ഇങ്ങനെ ഫ്രീസറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് മന്തി മസാലയ്ക്കായിട്ട് വയണയില ഉണക്കിയത് അത് 2 വേണം. പിന്നെ ബാക്കി സ്പൈസസ് ആയിട്ടുള്ള ഏലക്ക, പട്ട, ഗ്രാമ്പൂ, പിന്നെ കുരുമുളക്, ഉണക്കമുളക് ഇതും കൂടി മിക്സിയിലോട്ട് ഇടണം. പിന്നെ നമുക്ക് മല്ലി വേണം. മല്ലി ആക്ച്വലി കൊത്തമല്ലിയാണ് വേണ്ടത്. ഞങ്ങൾക്ക് ഇതവിടെ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണക്കി കൊത്തമല്ലി വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പൊടി തയ്യാറാക്കുമ്പോഴത്തേക്കും ഏറ്റവും ബെസ്റ്റ് ആ മല്ലി സീഡായിട്ടുള്ള ആ മല്ലി യൂസ് ചെയ്ത് അപ്പം തന്നെ പൊടിച്ചെടുത്ത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അവൈലബിൾ അല്ലാത്തവർക്ക് മല്ലിപ്പൊടി എടുക്കുക, അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അത് പൊടിച്ചെടുത്തിട്ട് അത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നമുക്കിനി ഇതിൻ്റെ ഒരു 3/4 ഭാഗം നമുക്ക് ചിക്കൻ മസാലയായിട്ട് മാരിനേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആവശ്യമാണ്. ബാക്കി കുറച്ച് ഭാഗം നമ്മൾ ആ മന്തി റൈസിലോട്ട് ഇടാനും വേണം. ഇനി മന്തിക്ക് ആവശ്യമായിട്ടുള്ള സവാള, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും വേണം. അത് 3 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പരിഷ്കാരി ഒന്നും ആവേണ്ട, ഭയങ്കര പരിഷ്കാരിയായിട്ടുള്ള ആ ഒരു കത്തി മാറ്റിയിട്ട് നമ്മുടെ സാധാ നാടൻ കത്തി എടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തൊലിയൊക്കെ പൊളിച്ച് എടുക്കണം. പിന്നെ മന്തിക്ക് ആവശ്യമായിട്ടുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള ഒന്ന് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. അത് നമുക്ക് കട്ട് ചെയ്യണം. ഇഞ്ചി, വെളുത്തുള്ളി ആയിട്ടുള്ള നമ്മൾ വേറൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ സവാള എടുത്ത് അതിൻ്റെ നടുക്കുള്ള ഒരു കട്ടുണ്ടല്ലോ അതൊന്ന് വെട്ടി മാറ്റണം. അതുണ്ടെങ്കിൽ അത് കറിക്കായാലും ഇപ്പോൾ സവാള ചമ്മ ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് കുറച്ച് ഡിസ്റ്റർബൻസ് ആണ്. കഴിക്കുന്ന ടൈമിൽ അത് അത്ര ഈ പൊടിക്കും അങ്ങ് അരിയേണ്ട. എന്നാലും നമുക്കറിയാമല്ലോ ഒരു ഇപ്പോൾ ഈ കട്ട് ചെയ്യുന്ന അത്ര അല്ലെങ്കിൽ അതിലും കുറച്ചും കൂടി ചെറുത് ആ ഒരു സൈസിൽ നന്നായിട്ടൊന്ന് ഉറുക്കിയെടുക്കുക. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മിക്സിയിലിട്ട് കുറച്ച് ലേശം വെള്ളം കൂടി ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അങ്ങ് അരച്ചെടുക്കുക. അതിൻ്റെ കൂടെ നമ്മുടെ മന്തിക്ക് ആവശ്യമായിട്ടുള്ള തക്കാളിയും അരിഞ്ഞ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ തക്കാളി ഇതുപോലെ ഈ ഒരു ടെക്സ്ചറിൽ വേണം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ സവാള റെഡിയാണ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡിയാണ്, അതുപോലെ തക്കാളി അരച്ചതെല്ലാം റെഡിയാണ്. അപ്പോൾ ഇനി നമുക്ക് അരി വെള്ളത്തിൽ കുതിർത്തിയെടുക്കാം. അതിനായിട്ട് നമ്മളിവിടെ മന്തി റൈസാണ് എടുത്തിരിക്കുന്നത്. കടയിൽ ചോദിച്ചാൽ ഏറ്റവും ബെസ്റ്റ് സെല്ല ബസ്മതി റൈസാണ്. പിന്നെ വൈറ്റ് മന്തി റൈസ്, അങ്ങനെ ഏതോ ഒരു ബ്രാൻഡിൻ്റെ റൈസും കൂടിയുണ്ട്, അതും അടിപൊളിയാണ്. ഇപ്പോൾ ഞങ്ങളിവിടെ പ്ലെയിൻ ആയിട്ടുള്ള മന്തി റൈസ് എന്ന് പറഞ്ഞപ്പോൾ അവർ എടുത്തു തന്നെയാണ്. ഏത് കമ്പനി അതൊന്നും അറിയാൻ വയ്യ, പക്ഷേ അടിപൊളിയാണ് കേട്ടോ. റൈസ് നല്ല റൈസായിരുന്നു. അങ്ങനെ റൈസ് ഒരു ഇടമുള്ള ഒരു പാത്രത്തിലിട്ട് അതിൽ മുങ്ങിക്കിടക്കുന്ന വെള്ളം ആദ്യം നന്നായിട്ട് ഒരു 4-5 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുക. നല്ല രീതിക്ക് കഴുകിയെടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തി 1 മണിക്കൂർ കുതിർത്താൻ വെക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ നമുക്ക് മസാലയൊക്കെ തേച്ച് മാരിനേറ്റ് ചെയ്ത് ഇതുപോലെ 1 മണിക്കൂർ തന്നെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഇപ്പോൾ 1.5 കിലോ ചിക്കനാണ് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതും ഈ ഒരു സൈസിൽ തന്നെ എടുക്കുക. അപ്പോൾ അത് ഒരു ഇടമുള്ള ഒരു പാത്രത്തിലിട്ട് അതിലേക്ക് ജീരകപ്പൊടി ഇട്ട് അതിലോട്ട് കുറച്ച് കുരുമുളക് ചതച്ചത് ഇടണം. ആ കുരുമുളക് കുറച്ച് മാറ്റി വെച്ചിരുന്നാൽ അത് നമുക്ക് പിന്നെ റൈസിലോട്ട് ഇടാനും കൂടി വേണം. പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടുക. പിന്നെ ഇടുന്നത് കുറച്ച് റെഡ് ഫുഡ് കളറാണ്. ഫുഡ് കളർ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഞങ്ങളിപ്പോൾ ഇടുന്നതെന്ന് വെച്ചാൽ വീഡിയോയിൽ കുറച്ചും കൂടി ഒരു മെനയ്ക്ക് വേണ്ടിയാണ് ഇടുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. പിന്നെ നമ്മുടെ മന്തി മസാല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 3/4 ഭാഗം ഈ ചിക്കനിലോട്ട് ഇടണം.
ഇതിലോട്ട് ഒരു നാരങ്ങ ഫുള്ളായിട്ട് ആ നാരങ്ങയുടെ നീര് ഇതിലോട്ട് ഒഴിക്കണം. പിന്നെ അതിലോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കമാണ് എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലോട്ട് ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച 3 സവാള അതും ഇട്ടിട്ടുണ്ട്. ആൻഡ് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ തക്കാളിയുടെ പേസ്റ്റ് അതും ഒഴിച്ച് ഇനി ഇതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ടെന്ന് വെച്ചാൽ നന്നായിട്ട് ചിക്കനിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ചിക്കൻ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചിക്കനിലോട്ട് ഫോർക്കോ ടൂത്ത് പിക്കോ അങ്ങനെ വെച്ച് നന്നായിട്ട് കുത്തി കൊടുക്കുക. എങ്കിൽ നമ്മളിട്ട ഈ സംഭവങ്ങളെല്ലാം ഈ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെക്കുമ്പോഴത്തേക്കും നന്നായിട്ട് അതിൽ മസാല പിടിക്കത്തുള്ളൂ. അപ്പോൾ അപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. മസാല എല്ലാം പിടിച്ച് ആ ഉപ്പും പുളിയും എരിവും എല്ലാം ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് ഒന്ന് അടച്ച് 1 മണിക്കൂർ, കറക്റ്റ് 1 മണിക്കൂർ അരിയുടെ അതേ അളവിലാണ് നമ്മൾ സമയം വെച്ചേക്കുന്നത്. അരി കോരാൻ വെച്ചേക്കുന്ന അതേ സമയമാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ക്ലിപ്പാണ്. നമ്മുടെ റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചൂടാക്കിയിട്ട് അതൊരു ഉരുളിയിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു ഉണക്ക നാരങ്ങ, പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുരുമുളക്, ചതയ്ക്കാത്ത പ്ലെയിൻ ആയിട്ടുള്ള കുരുമുളക്, പിന്നെ പട്ട, ഗ്രാമ്പൂ, പിന്നെ വയണയില ഉണക്കിയത്, ഇങ്ങനത്തെ സ്പൈസസ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കണം. ആൻഡ് ഉപ്പിടണം, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. കൂടെ അരികൾ തമ്മിൽ ഒട്ടാതിരിക്കാനായിട്ട് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം. നമ്മൾ അരി ഊറ്റിയാണ് എടുക്കുന്നത്, അല്ലാതെ നെയ്ച്ചോറിനെ പോലെ വറ്റിച്ചല്ല എടുക്കുന്നത്. അപ്പോൾ ഊറ്റിയാണ് എടുക്കുന്നത്. ഇനി വെള്ളം ഊറ്റിയിട്ട് അരിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് അടച്ച് വെച്ച് വേവിക്കണം. ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. പിന്നെ അങ്ങോട്ട് ലോ ഫ്ലെയിമിലിട്ട് ആവിയിലിട്ട് അടച്ച് വെച്ച് വേണം വേവിച്ച് കുക്ക് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് അവിടെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് അരി ഒരു 95% നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി അരി വെള്ളം തോരാനായിട്ട് കണ്ണുള്ള ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് വെള്ളം തോരാനായിട്ട് വെക്കണം. അങ്ങനെ ഒരു അരമണിക്കൂർ ചിക്കൻ കുക്ക് ചെയ്യാൻ സമയം എടുത്തായിരുന്നു. അങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മന്തിക്കായിട്ട് റൈസിന് മുകളിൽ ഇട്ട് സെറ്റ് ചെയ്യണമല്ലോ, അതിന് പോവാണ്. അതിന് മുമ്പ് ചിക്കൻ ഇങ്ങനെ കൂട്ടിയിട്ടാണ്, അതായത് നമ്മൾ ഗ്യാസിൽ വെക്കുന്നതുകൊണ്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിലായിരിക്കും ചൂട് കൂടുതൽ. അങ്ങനെ ചിക്കൻ നടുക്കിട്ടായിരിക്കും കൂടുതലും വേവിക്കുന്നത്. അത് അങ്ങനെ നടുക്ക് ചിക്കൻ ഒന്ന് ഫുള്ള് കവർ ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ റൈസ്, കുക്ക് ചെയ്ത് വെച്ച റൈസ് ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് ഒരു പോർഷനിൽ പോലും എത്താത്ത രീതിയിലല്ല, ഫുള്ള് കവർ ചെയ്ത് എല്ലാ ഇടത്തും എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് കൊടുക്കുക. നന്നായിട്ട് ഫുൾ പോർഷൻ കവറാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് കൊടുക്കുക. ഇനിയാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മന്തി മസാലയുടെ ബാക്കി കുറച്ചേ ഉള്ളൂ, അതൊന്ന് ഈ റൈസിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫുഡ് കളർ തികച്ചും ഓപ്ഷണലാണ്. ഞങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഫുഡ് കളർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം, ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അവരെ ജസ്റ്റ് ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി മാത്രം വേണമെങ്കിൽ യൂസ് ചെയ്യണം. ഇനി ഇതിലോട്ട് നമ്മുടെ പച്ചമുളക് ഞങ്ങൾ 4 ആളുള്ളതുകൊണ്ട് 4 ആൾക്ക് വേണ്ടി മാത്രം പച്ചമുളക് ഇങ്ങനെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കണം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്മോക്കൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ സ്മോക്ക് ഇടാനായിട്ട് കനൽ ഒരു പാത്രത്തിലോട്ട്, പുതിയ പാത്രമൊന്നും എടുക്കണം, കുറച്ച് പഴയ പാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കനലൊരു പാത്രത്തിലോട്ടിട്ട് സ്മോക്ക് നന്നായിട്ട് കിട്ടാനായിട്ട് കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് നന്നായിട്ട് പുകച്ചിട്ടുണ്ട്. എന്നിട്ടിത് സ്മോക്ക് പുറത്തു പോകാത്ത രീതിയിൽ ആപ്റ്റായിട്ടുള്ള ഒരു അടപ്പ് വെച്ച് നന്നായിട്ട് ക്ലോസ് ചെയ്ത് മുകളിലൊരു വെയിറ്റ് കൂടി കൊടുക്കണം. ഞങ്ങളിവിടെ ഇവിടെ യൂസ് ചെയ്യുന്ന ഇടികല്ലാണ് ഇട്ടത്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസിൽ നമുക്ക് വേണ്ടത്ര ചൂട് കിട്ടാത്തതുകൊണ്ട് ഒരു ദോശക്കല്ല് വെച്ചിട്ട് അടുപ്പിലാണ് സെറ്റാകാൻ വെച്ചത്. ഇനി നമുക്ക് കുഴിമന്തിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമായ മയോണൈസ് ഉണ്ടാക്കാം. എല്ലാം ഹോം മെയ്ഡാണ്. അതിന് മയോണൈസിനായിട്ട് ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുട്ടയുടെ വെള്ള മാത്രം എടുക്കുക. അതിലോട്ട് വെളുത്തുള്ളി, പിന്നെ ഉപ്പ് മാത്രമാണ് പൊതുവെ ഇടാറ്. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഒരു ലേശം പഞ്ചസാര കൂടി ഇടുമ്പോഴാണ് കറക്റ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒരു ലേശം കുറച്ച് പഞ്ചസാര ഇട്ട് അതിലോട്ട് ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിലും കൂടി ഇട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കറക്റ്റ് നല്ലൊരു ടെക്സ്ചറിൽ മയോണൈസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുഴിമന്തിയുടെ സൈഡായിട്ടുള്ള ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാം. അതിനായിട്ട് വീട്ടിലുണ്ടായ ആഫ്രിക്കൻ മല്ലിയില അതെടുത്തിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നിന്നുണ്ടായ പുതിനയില എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മുടെ 2 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളതിൽ വെച്ച് നല്ല പഴുത്ത തക്കാളി നോക്കി അതും കട്ട് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കും. മുളക് പൊടി കുറച്ച് മതി, അതായത് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് മുളക് പൊടി കുറച്ച് യൂസ് ചെയ്താൽ മതി. ഇനി ഇതിലോട്ട് കുറച്ച് വെച്ചാൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട്. കഴിച്ചിട്ട് പറയാമല്ലോ, മയോണൈസിനെക്കാളും എനിക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നിയ ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ റെസിപ്പി തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ മന്തിയൊക്കെ അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. ഭയങ്കര ചൂടാണ്, എന്നിട്ടും ഉമ്മയാണ് തുറന്നത്. കൈവച്ച് തന്നെ തുറന്നിട്ടുണ്ട്. അതിസാഹസികമായിട്ടുള്ള ഒരാളാണ് എൻ്റെ ഉമ്മ. അങ്ങനെ മന്തി നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി അത് മിക്സ് ചെയ്യാനുള്ള സമയമാണ്. ഫുഡ് കളർ ഒഴിക്കുമ്പോൾ ഒരു ഭംഗി തന്നെയാണ്, കാരണം പക്ഷേ ഹെൽത്തിന് അത്ര നല്ലതല്ല. വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നതിനോട് കുഴപ്പമില്ല. സ്ഥിരം ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലൊന്നും ഫുഡ് കളർ യൂസ് ചെയ്യാൻ മതി. വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നതിനോട് തെറ്റില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിക്കനൊന്നും പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞങ്ങൾ വാങ്ങിയ ചിക്കൻ നല്ല ചിക്കനാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും പൊടിഞ്ഞു പോകത്തില്ല എന്ന ധൈര്യത്തിലാണ് ഞങ്ങൾ ഇട്ട് ഭയങ്കരമായിട്ട് ഇളക്കുന്നത്. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന ചിക്കൻ ക്വാളിറ്റി ഇളക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക. അതൊക്കെ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ചെയ്യാനുള്ള ടൈമാണ് ഇതെനിക്കാണ് എടുക്കുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സംഭവമാണ്. അതുകൊണ്ട് എനിക്ക് നല്ലൊരു പീസ് നോക്കി തോന്നിയിട്ടുണ്ട്. എന്നിട്ടത് മൊത്തമൊന്നും കഴിച്ചിട്ടില്ല. എനിക്ക് ലെഗ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് നല്ലൊരു പീസ് നോക്കി തന്നെ എടുത്ത് തന്നിട്ടുണ്ട്. അതിലോട്ട് ടൊമാറ്റോ ചട്നി മയോണൈസ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.